പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഭീകർ ഉപയോഗിച്ച ഗോപ്രോ ക്യാമറ ആക്ടിവേറ്റ് ചെയ്ത് സംഭവം നടപ്പിലാക്കാൻ സഹായങ്ങൾ നൽകിയ ചൈനയിലെന്നാണ് NIA പറയുന്നത്. വാങ്ങിയ ആളെയും ഉപയോഗിച്ചവരെയും കണ്ടെത്താൻ ജമ്മു കോടതി ലെറ്റർ റൊഗേറ്ററി പുറപ്പെടുവിച്ചു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. അരവിന്ദ്, ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഗോപ്രോ ക്യാമറ വഴി ഇതിൻ്റെ സാധ്യതകൾ തെരഞ്ഞു എന്നുള്ളത്. പറയൂ വിവരങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം അത് രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ NIA കോടതിയിൽ ചില വെളിപ്പെടുത്തലുകൾ NIA നടത്തി. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഭീകരർ ഒരു ഗോപ്രോ ക്യാമറ ഉപയോഗിച്ചിരുന്നു. അത് ആദ്യമായി ആക്ടിവേറ്റ് ചെയ്തത് ചൈനയിൽ എന്നതാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ NIA ഈ ഗോപ്രോ നിർമ്മാതാക്കളെ സമീപിച്ചിരുന്നു. അവിടെ നിന്ന് ലഭിച്ച നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2024 ജനുവരി 30-നാണ് ഈ ഗോപ്രോ ചൈനയിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതേസമയം നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത് പിന്നീട് ആർക്കൊക്കെ കൊടുത്തു അല്ലെങ്കിൽ ആർക്ക് വിറ്റു എന്ന കാര്യം അവർക്ക് വ്യക്തതയില്ല. ഇതിന്റെ ഭാഗമായാണ് ജമ്മു കാശ്മീർ കോടതിയിൽ ഇപ്പോൾ NIA ഒരു അപേക്ഷ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട ലെറ്റർ റൊഗേറ്ററി ഇപ്പോൾ ജമ്മു കാശ്മീർ കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത്. വിദേശ രാജ്യത്ത് നിന്ന് വിവരം ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കത്ത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചൈനീസ് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവും അതുപോലെ തന്നെ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് NIA വ്യക്തമാക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഭീകരർ ഈ ഗോപ്രോ മേടിച്ചത്, അതുപോലെ തന്നെ പിന്നീട് എന്തൊക്കെ വിവരശേഖരണത്തിന് ഇത് ഉപയോഗിച്ചു അടക്കമുള്ള കാര്യങ്ങൾ NIAക്ക് ഇതിലൂടെ വ്യക്തമാക്കും. നേരത്തെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഈ ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ ഗോപ്രോ ക്യാമറ ലഭിച്ചെങ്കിലും അതിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയ്ക്കായിരുന്നു. പിന്നീടാണ് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ നിർണായക വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 ജനുവരി 30-നാണ് ഈ ഗോപ്രോ ക്യാമറ ചൈനയിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അത് ആരാണ് അവിടെ നിന്ന് മേടിച്ച് നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഈ കഴിഞ്ഞ വർഷം ഇത്രയും 2024 മേടിക്കുന്നു. അപ്പോൾ 2025 വരെ ഈ ക്യാമറ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ച് നടക്കമുള്ള കാര്യങ്ങൾ NIA പരിശോധിക്കും. എന്തായാലും ഇനി ചൈനീസ് അതോറിറ്റിയാണ് ഇക്കാര്യത്തിലുള്ള വിവരങ്ങൾ കൈമാറേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.